നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. മഹിഷാസുര സംഹാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. ദേവി ഭാഗവതത്തിലെ 3 അധ്യായങ്ങൾ, അധ്യായം 2, അധ്യായം 3, അധ്യായം 4. അതിങ്ങനെയാണ്: മഹിഷാസുരൻ്റെ സൈന്യങ്ങളുടെ സംഹാരം, മഹിഷാസുരൻ്റെ വധം, ഇന്ദ്രൻ്റെ മറ്റു ദേവന്മാരുടെയും സ്തുതി. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമാർജിച്ച ദേവി ഭാഗവതത്തിലെ ഒരു കഥയാണ് മഹിഷാസുര സംഹാരം. മഹിഷാസുരൻ്റെ ജന്മം എങ്ങനെയാണെന്നും എങ്ങനെയാണ് ദേവി മഹിഷാസുരനെ വധിച്ചതെന്നും നമുക്കൊന്ന് നോക്കാം. പണ്ട് ദാനു എന്നു പേരുള്ള ഒരു അസുര രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രംഭൻ, കരമ്പൻ എന്നിങ്ങനെ 2 പുത്രന്മാർ ജനിച്ചു. ഇവർ 2 പേരും ഒരു പ്രശ്നവുമില്ലാതെ സന്താന ഭാഗ്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് മാളവയക്ഷനെ ആരാധിക്കാൻ തീരുമാനിച്ചു. ജലമധ്യത്തിൽ കരമ്പനും പഞ്ചാഗ്നിയുടെ മധ്യത്തിൽ രംഭനും തപസ്സു ചെയ്തു. അവരുടെ തപസ്സിൽ ഇന്ദ്രൻ ആകെ പരിഭ്രാന്തനായി. അദ്ദേഹം ഒരു മുതലയുടെ രൂപമെടുത്ത് കരമ്പൻ നിൽക്കുന്ന വെള്ളത്തിലേക്ക് പോയി. അവന്റെ കാലിൽ പിടിച്ച് വലിച്ചു താഴെയിട്ടു. കരമ്പൻ മുങ്ങി മരിച്ചു. തന്റെ സഹോദരന്റെ മരണത്തിൽ കുപിതനായ രംഭൻ തന്റെ ശിരസ് തന്നെ വെട്ടി അഗ്നിയിൽ ബലി അർപ്പിക്കാൻ തീരുമാനിച്ചു. അവൻ വാൾ ഊരി തല വെട്ടാൻ ഒരുങ്ങുമ്പോൾ അഗ്നിദേവനായ അഗ്നി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ തടഞ്ഞു പറഞ്ഞു: സ്വയം കൊല്ലരുത്. മറ്റൊരാളെ കൊല്ലുന്നത് തന്നെ പാപമാണ്. ആത്മഹത്യ കൂടുതൽ ഗുരുതരമായ പാപമാണ്. നിനക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അനുഗ്രഹം ചോദിക്കുക. അപ്പോൾ രംഭൻ മറുപടി പറഞ്ഞു: എനിക്ക് ഒരു വരം നൽകാൻ അങ്ങ് തയ്യാറാകണം. നിന്നേക്കാൾ മിടുക്കനായ ഒരു പുത്രന് എനിക്ക് ജന്മം കൊടുക്കാൻ സാധിക്കണം. അവൻ 3 ലോകങ്ങളെയും ജയിക്കുന്നവനായിരിക്കണം. അവനെ ദേവന്മാരോ അസുരന്മാരോ പരാജയപ്പെടുത്തരുത്. അവൻ കാറ്റിനെപ്പോലെ ശക്തനും സുന്ദരനും അമ്പെയ്ത്ത് വിദഗ്ധനുമായിരിക്കണം. അഗ്നി മറുപടി പറഞ്ഞു: നിങ്ങളുടെ ഹൃദയം കീഴടക്കുന്ന സ്ത്രീയിൽ നിന്ന് നിങ്ങൾക്ക് അത്തരമൊരു പുത്രൻ ഉണ്ടാകും. ഇതും പറഞ്ഞ് അഗ്നിദേവൻ പോയപ്പോൾ യക്ഷന്മാർ പരിചരിച്ചിരുന്ന മാളയക്ഷനെ കാണാൻ രംഭൻ പോയി. അവിടെ അവർക്ക് പത്മ എന്നറിയപ്പെടുന്ന ഒരു നിധിയും ആന, കുതിര, എരുമ, പശു, ആട് തുടങ്ങിയ നിരവധി മൃഗങ്ങളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അസാധാരണമായ ചാരുതയുള്ള ഒരു ആട്ടിൻപോത്തുണ്ടായിരുന്നു. രംഭ അവളുമായി പ്രണയത്തിലായി. അവളും അവനിൽ ആകൃഷ്ടയായി. അങ്ങനെ എരുമ ഗർഭിണിയായി. രംഭ അവളെ അവനോടൊപ്പം പാതാളത്തിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എരുമയുമായി അയാൾക്കുള്ള ബന്ധമറിഞ്ഞ ബന്ധുക്കളായ മറ്റു ദാനവന്മാർ നിഷിദ്ധമായ ഒരു പ്രവൃത്തി ചെയ്തവനായി അവനെ അവരുടെ ഇടയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അവൻ മാളവവട യക്ഷനിലേക്ക് മടങ്ങി. സുന്ദരിയായ ആട്ടിൻപോത്ത് തൻ്റെ ഭർത്താവിനൊപ്പം വിശുദ്ധ യക്ഷമണ്ഡലത്തിലേക്ക് പോയി. അവർ അവിടെ താമസിക്കുമ്പോൾ അവൾ ആകർഷകമായ ഒരു എരുമക്കുട്ടിയെ പ്രസവിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എരുമയിൽ ആകൃഷ്ടനായ ഒരു പോത്ത് അവളിലേക്ക് അടുത്തു. ഇത് കണ്ട് യുദ്ധത്തിനായി ചെന്ന രംഭനെ ആ ഭീകരമൃഗം തൻ്റെ കൊമ്പുകൾ കൊണ്ട് ആക്രമിച്ചു വധിച്ചു. വിധവയായ മഹിഷി, അതായത് എരുമ, യക്ഷന്മാരുടെ സംരക്ഷണം നേടി. അവർ അവളെ രക്ഷിച്ചു. അവർ രംഭയുടെ മൃതദേഹം ദഹിപ്പിച്ചപ്പോൾ അവൾ ശ്മശാനചിതയിലേക്ക് ചാടി സ്വയം കത്തിമരിച്ചു. ഉടനെ തീയുടെ നടുവിൽ നിന്ന് ഒരു ഭീകരജീവി എഴുന്നേറ്റു. ആ ഭയങ്കര രാക്ഷസൻ വാളുമായി യക്ഷന്മാരെ ഓടിച്ചു. എല്ലാ മഹിഷന്മാരെയും കൊന്നു. രംഭയുടെ പുത്രനായിരുന്ന മഹിഷനെ മാത്രം ഒഴിവാക്കി. അവൻ രക്തബീജ എന്ന അസുരനായിരുന്നു. ഇന്ദ്രൻ, രുദ്രൻ, സൂര്യൻ, വായു തുടങ്ങിയ എല്ലാ ദേവന്മാരെയും അവൻ പരാജയപ്പെടുത്തി. മഹിഷാസുരൻ അസുരന്മാരുടെ രാജാവായി. പരിഭ്രാന്തരായ ദേവന്മാർ തങ്ങളുടെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് ലോകങ്ങളെല്ലാം ഇരുട്ടിൽ അങ്ങനെ മുങ്ങുകയാണ് ഉണ്ടായത്. തനിക്ക് ലഭിച്ച അനുഗ്രഹത്താൽ അഹങ്കാരത്താൽ മത്തുപിടിച്ച മഹിഷാസുരൻ 3 ലോകങ്ങളുടെയും അനിഷേധ്യനും ഏക ചക്രവർത്തിയും ആയിത്തീർന്നു. അദ്ദേഹം ശക്തമായ ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടിയ സിക്ഷുര എന്ന ശാസ്ത്രജ്ഞൻ സൈനിക ശാസ്ത്രത്തിൽ വിദഗ്ധനായതിനാൽ യുദ്ധമന്ത്രിയായും സാമ്പത്തിക വിദഗ്ധയായ താമ്രയെ ധനമന്ത്രിയായും നിയമിച്ചു. അസിലോമയായിരുന്നു പ്രധാനമന്ത്രി. ബിദാല വിദേശകാര്യ മന്ത്രിയായിരുന്നു. ഉദർക്ക സൈനിക മേധാവിയായി. ഭാഷ്കല, ത്രിനേത്ര, കലാബന്ധക എന്നിവർക്ക് അവിടുത്തെ കൗൺസിൽ അംഗങ്ങളുടെ സ്ഥാനവും നൽകി. ശുക്രാചാര്യനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി.
അതായത് അവരുടെ ഗുരു. ഞാനിത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് മഹിഷാസുരൻ തൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയത്. സംസ്ഥാന ഖജനാവാകട്ടെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അയൽ രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും സമ്പത്തുകൾ ഇവിടെ കുന്നുകൂടി. ബ്രാഹ്മണർ യജ്ഞത്തിൻ്റെ പങ്ക് മഹിഷാസുരന് സമർപ്പിക്കുകയും അവൻ്റെ മുന്നിൽ പ്രണാമം ചെയ്യുകയും ചെയ്തു. ഇത് ദേവി ഭാഗവതം 5-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് നമുക്കൊന്ന് നോക്കാം. ലോകത്തിൻ്റെ ചക്രവർത്തി എന്ന നിലയിൽ തൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തിയ ശേഷം മഹിഷൻ സ്വർഗം കീഴടക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അവൻ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. മഹിഷാസുരന് കീഴടങ്ങാൻ ദൂതൻ ഇന്ദ്രനോട് ആജ്ഞാപിച്ചു. ഇന്ദ്രൻ ദൂതനോടും അവൻ്റെ യജമാനനായ മഹിഷനോടും തികഞ്ഞ അവജ്ഞയോടെ മറുപടി പറഞ്ഞു. ദൂതൻ മടങ്ങി വന്ന് കോപത്താൽ വിറയ്ക്കാൻ തുടങ്ങിയ മഹിഷാസുരനോട് കാര്യമറിയിച്ചു. ഇന്ദ്രൻ പരിഹാസത്തോടെ ദൂതനെ പറഞ്ഞയച്ചെങ്കിലും മനസ്സമാധാനമുണ്ടായില്ല. അദ്ദേഹം ദേവന്മാരെ വിളിച്ചുകൂട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചർച്ച ചെയ്തു. അവർ മഹിഷാസുരനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ബ്രഹ്മാവും ഇന്ദ്രനും മറ്റു ദേവന്മാരോടൊപ്പം കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് പരമശിവനെയും കൂട്ടി അവർ വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവർ തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. മഹിഷാസുരന്റെ ഭരണത്തിന് കീഴിലുള്ള തങ്ങളുടെ ആവലാദികളും കഷ്ടപ്പാടുകളും അവർ അദ്ദേഹത്തിന് സമർപ്പിച്ചു. ആഴത്തിലുള്ള ആലോചനകൾക്ക് ശേഷം മഹാവിഷ്ണു യുദ്ധത്തിനുള്ള നിർദ്ദേശത്തെ പിന്തുണച്ചു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. അവിടെയാണ് ദേവാസുര യുദ്ധം ആരംഭിക്കുന്നത്. അതൊരു ഭീകരമായ യുദ്ധമായിരുന്നു. മഹിഷ തന്നെ യുദ്ധരംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. അവൻ തൻ്റെ ശക്തമായ ഗദ കൊണ്ട് ഇന്ദ്രനെ അടിച്ചു. പ്രഹരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം ഉപയോഗിച്ചു ആ ഗദ തകർത്തു. അന്തകൻ എന്ന അസുരൻ മഹാവിഷ്ണുവിനെ കണ്ടുമുട്ടി. ആ അസുരന്റെ 5 അസ്ത്രങ്ങൾ മഹാവിഷ്ണുവാൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു കളയപ്പെട്ടു. തുടർന്ന് അവർ വാൾ, കുന്തം, മഴു, അമ്പ്, ചക്രം തുടങ്ങിയ വിവിധ ആയുധങ്ങളുമായി ഭയങ്കരമായ പോരാട്ടം ആരംഭിച്ചു. ഇത് 50 ദിവസത്തോളം ഇടവേളയില്ലാതെ തുടർന്നു. ബാഷ്കല ഇന്ദ്രനെതിരെയും മഹിഷൻ രുദ്രനെതിരെയും ത്രിനേത്രൻ യമധർമ്മനെതിരെയും മഹാനു ശ്രീധനെതിരെയും അസിലോമ പ്രസീദസിനെതിരെയും പോരാടി. യുദ്ധത്തിനിടയിൽ അന്തകൻ ഗരുഡനെ തൻ്റെ ചൂള കൊണ്ട് അടിച്ചു. വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ ആ പ്രഹരത്തിൽ സ്തംഭിച്ചുപോയി. പക്ഷേ വിഷ്ണു വലതു കൈകൊണ്ട് മൃദുവായി അവനെ തലോടി അവൻ്റെ ശക്തി വീണ്ടെടുത്തു. അതിനുശേഷം അവൻ തൻ്റെ വില്ല്, ശാർഖം എന്നിവയെടുത്ത് അമ്പുകളുടെ വർഷത്താൽ അന്തകനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ദൈത്യയോദ്ധാവ് വിഷ്ണുവിന് നേരെ എയ്ത 50 അസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെയെല്ലാം നേരിട്ടു. വിഷ്ണു അവരെയെല്ലാം തകർത്ത് തൻ്റെ വിനാശകരമായ ആയുധമായ സുദർശന ചക്രം അന്തകനെതിരെ അയച്ചു. ഒട്ടും ഭയമില്ലാതെ അന്തകൻ സ്വന്തം ചക്രായുധം കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തി. വിഷ്ണുവിൻ്റെ ആയുധം അകറ്റി നിർത്തി വിജയാഹ്ലാദം മുഴക്കി. വിഷ്ണുവിൻ്റെ ആയുധം അകറ്റി നിർത്തി വിജയാഹ്ലാദം മുഴക്കുന്ന അസുരന്മാരെ കണ്ട് ദേവന്മാർ പരിഭ്രാന്തനായി. ഈ നിർണായക നിമിഷത്തിൽ വിഷ്ണു തൻ്റെ കൗമോദകി എന്ന ഗദയെടുത്ത് അസുരന്മാരുടെ നടുവിലേക്ക് പാഞ്ഞുകയറി അന്തകനെ അടിച്ചു. അടിയേറ്റ് അസുരവീരൻ ആടിയുലഞ്ഞു ബോധരഹിതനായി വീണു. അവൻ്റെ വീഴ്ചയിൽ മഹിഷൻ തൻ്റെ ഭയങ്കര ഗർജനത്തോടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. തുടർന്ന് വിഷ്ണുവും മഹിഷയും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ഓരോരുത്തരും പരസ്പരം അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി. എന്നാൽ ഒരമ്പിനും പരുക്കേറ്റില്ല എന്നതായിരുന്നു രസം. ഈ യുദ്ധത്തിനിടയിൽ മഹാവിഷ്ണു മഹിഷന്റെ തലയിൽ ഒരു അടി കൊടുക്കുകയും അവൻ ബോധരഹിതനായി താഴെ വീഴുകയും ചെയ്തു. എന്നാൽ അധികം താമസിയാതെ തന്നെ അവൻ എഴുന്നേറ്റു. തൻ്റെ ഇരുമ്പ് കഷ്ണമെടുത്ത് വിഷ്ണുവിൻ്റെ തലയിൽ ശക്തമായ ഒരു പ്രഹരമേൽപ്പിക്കുകയും മാരകമായ പ്രഭാവത്തോടെ അതിനെ താഴെ ഇറക്കുകയും ചെയ്തു. വിഷ്ണുവിൻ്റെ അവസ്ഥ ഗരുഡനെ തൽക്കാലത്തേക്ക് യുദ്ധസ്ഥലത്ത് നിന്ന് പിന്തിരിപ്പിച്ചു. വിഷ്ണുവിൻ്റെ പുറകിൽ ഇന്ദ്രനും മറ്റു ദേവന്മാരും ഉറക്കെ കരയാൻ തുടങ്ങി. ദേവന്മാരുടെ ഈ നിരാശജനകമായ ദുരവസ്ഥ കണ്ട മഹാദേവൻ തൻ്റെ ത്രിശൂലവും വഹിച്ചുകൊണ്ട് മഹിഷനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി യുദ്ധക്കളത്തിലിറങ്ങി. ശിവഭഗവാൻ തൻ്റെ ത്രിശൂലത്താൽ അസുരന്റെ നെഞ്ചിൽ
തുളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടാമൻ സ്വന്തം കുന്തം കൊണ്ട് ആ പ്രഹരത്തെ തടഞ്ഞു, ശിവന്റെ മാറിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. യഥാർത്ഥത്തിൽ അത് ശിവഭഗവാനെ ബാധിച്ചെങ്കിലും ശിവഭഗവാൻ അത് അവഗണിക്കാതെ തൻ്റെ തൃശൂലത്താൽ മഹിഷന് മറ്റൊരു പ്രഹരം കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതേ സമയം മഹാവിഷ്ണു മയക്കത്തിൽ നിന്ന് മുക്തി നേടിയിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് മടങ്ങി. മഹിഷിനെ ആക്രമിക്കുവാൻ ശിവഭഗവാനോടൊപ്പം അദ്ദേഹവും ചേർന്നു. ശിവഭഗവാനും വിഷ്ണുവും ചേർന്ന് തനിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത് കണ്ട് മഹിഷൻ ക്രോധത്തോടെ സ്വന്തം എരുമയുടെ രൂപം ധരിച്ച് വാലുയർത്തി തലയാട്ടി തൻ്റെ ശക്തരായ എതിരാളികളുടെ അടുത്തേക്ക് പാഞ്ഞു. ഭയങ്കരമായ കൊമ്പുകളാൽ അവൻ പർവ്വത ശിഖരങ്ങളെപ്പോലെ ഉയർന്നു നിന്നു, ശത്രുവിൻ്റെ നേരെ എറിഞ്ഞു. എന്നാൽ ദേവനേതാക്കന്മാർ അസ്ത്രങ്ങൾ വർഷിച്ച് അവയെ തടയുകയാണുണ്ടായത്. വിഷ്ണു ഭഗവാൻ തൻ്റെ സുദർശന ചക്രം അവനെതിരെ അയച്ചുവിട്ടു. അസുരമേധാവി അത് കണ്ട് പരിഭ്രാന്തനായി. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ സുഖം പ്രാപിക്കുകയും ഭയങ്കരമായ ഒരു ഗർജനത്തോടെ തൻ്റെ ആക്രമണം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ വിഷ്ണു തൻ്റെ ദിവ്യശംഖ് പാഞ്ചജന്യം മുഴക്കി. അവൻ്റെ ഗർജനത്തിൻ്റെ ശബ്ദം അതിൽ മുങ്ങിപ്പോയി. അസുരന്റെ ഗർജനം ദേവന്മാരെ ഭയപ്പെടുത്തിയതുപോലെ പാഞ്ചജന്യനാദവും അസുരന്മാരുടെ മനസ്സിൽ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. മഹിഷയുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. പാഞ്ചജന്യ നാദം കേട്ട് അസുരന്മാർ പരിഭ്രാന്തരായി. അവരെ പ്രോത്സാഹിപ്പിക്കാനായി മഹിഷൻ സിംഹരൂപം ധരിച്ച് അലറുന്ന ദേവസൈന്യത്തിൻ്റെ നടുവിലേക്ക് കുതിച്ചു. ഇരുവശത്തുമുള്ള 100 കണക്കിന് ദേവന്മാരെ കൊല്ലുകയും വെട്ടിപ്പരുക്കേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ യുദ്ധസന്നാഹത്തിലൂടെ മുന്നേറുന്ന ഉഗ്രമായ മൃഗത്തെ കണ്ടപ്പോൾ മൂർത്തികൾ പോലും അല്പനേരത്തേക്ക് പരിഭ്രാന്തരായി. മഹാവിഷ്ണു ഉടൻ തന്നെ തൻ്റെ ആയുധമായ സുദർശന ചക്രം സിംഹത്തിന് നേരെ അയച്ചു. അതുകണ്ട് സിംഹം ഭസ്മമായി. എന്നാൽ മഹിഷൻ വീണ്ടും എരുമയുടെ രൂപത്തിൽ എഴുന്നേറ്റ് മുന്നോട്ട് കുതിച്ചു. അവൻ തൻ്റെ നീണ്ടതും ശക്തവുമായ കൊമ്പ് കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ കഠിനമായ മുറിവേൽപ്പിച്ചു. മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. ഇത് കണ്ട ശിവഭഗവാന് കാര്യം മനസ്സിലായി. മഹിഷവധത്തിനായുള്ള സമയം അടുത്തിരിക്കുന്നു. അതിനാൽ ശിവഭഗവാനും നന്ദിയുടെ പുറത്തേറി കൈലാസത്തിലേക്ക് മടങ്ങി. എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള ദേവന്മാർ വീണ്ടും മഹിഷിനെ നേരിട്ടു. ഇന്ദ്രൻ തൻ്റെ വജ്രായുധം പ്രയോഗിച്ചു. അഷ്ടദിക് പാലകർ അദ്ദേഹത്തെ അതിന് സഹായിച്ചു. യുദ്ധം വീണ്ടും രൂക്ഷമായി. ദേവന്മാർ ജീവന് വേണ്ടി പലായനം ചെയ്യാൻ തുടങ്ങി. ഈ അവസരം മുതലെടുത്ത് മഹിഷാസുരൻ സ്വർഗത്തിലേക്ക് വഴിമാറി. അവൻ തൻ്റെ ദൈത്യ പതാക അവിടെ നാട്ടി. ബാക്കിയുള്ള എല്ലാ ദേവന്മാരെയും അവൻ പുറത്താക്കി. ഇപ്രകാരം അസുരന്മാർ ദേവലോകം കൈവശപ്പെടുത്തി. ദേവന്മാർ മലമുകളിൽ അഭയം പ്രാപിച്ചു. നിരവധി നൂറ്റാണ്ടുകൾ ഇങ്ങനെ കടന്നുപോയി. ദേവന്മാർ ഒരുമിച്ച് കൂടി ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചു. അവർ അവരെ വീണ്ടും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. ശിവനും അവിടെ എത്തി. ദേവന്മാർ തങ്ങളുടെ പരാതികൾ വിഷ്ണുവിനായി സമർപ്പിച്ചു. മഹിഷനെ കൊല്ലാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാൻ അവർ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യനും അവനെ കൊല്ലാൻ സാധിക്കാത്ത ഒരു വരം ബ്രഹ്മാവ് അവന് നൽകിയിരുന്നു. മഹാവിഷ്ണു അവരോട് പറഞ്ഞു, അനുഗ്രഹത്താൽ മഹിഷനെ ഒരു സ്ത്രീക്ക് മാത്രമേ വധിക്കാൻ കഴിയൂ. ദേവന്മാരുടെ അംശമായ ഒരു സ്ത്രീയെ അവരുടെ ശക്തിയും മഹത്വവും കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ദേവിയുടെ സഹായത്തോടെ നമുക്ക് അവനെ കൊല്ലാം. അത്തരമൊരു ശക്തമായ സ്ത്രീയെ സൃഷ്ടിക്കാൻ നാം ശ്രമിക്കണം. അവരുടെ എല്ലാ ശക്തികളും ആ ദേവിയിൽ കേന്ദ്രീകരിക്കണം. ദേവിയുടെ സൃഷ്ടിക്ക് ശേഷം നമ്മുടെ എല്ലാ ആയുധങ്ങളും ദേവിക്കായി നൽകണം. മഹാവിഷ്ണു ഈ വാക്കുകൾ പറഞ്ഞയുടനെ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് മിന്നുന്ന തേജസ്സോടെ ഒരു രൂപം പുറത്തേക്ക് വന്നു. ഭാഗികമായി തണുത്തതും ഭാഗികമായി ചൂടുള്ളതുമായ പ്രകാശകിരണങ്ങൾ പ്രസരിപ്പിക്കുന്ന ഈ രൂപം കണ്ട് വിഷ്ണു ഭഗവാനും ശിവഭഗവാനും അത്ഭുതപ്പെട്ടു. വിഷ്ണുവിൻ്റെയും ശിവന്റെയും ഇന്ദ്രൻ്റെയും കുബേരൻ്റെയും വരുണൻ്റെയും മറ്റു എല്ലാ ദേവന്മാരുടെയും പ്രത്യേക ശക്തികളും ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന സമാനമായ രൂപങ്ങൾ അവരിൽ നിന്ന് ഉദ്ഭവിച്ചു. ഒരു നിമിഷം കൊണ്ട് ഈ രൂപങ്ങളെല്ലാം ഒറ്റ രൂപമായി മാറി.
18 കൈകളുള്ള സ്വർണ്ണ ഭംഗിയുള്ള ഏക സ്ത്രീയായി രൂപാന്തരപ്പെട്ടു. എല്ലാ ദേവന്മാരുടെയും എല്ലാ ശക്തികളും മഹത്വങ്ങളും സമന്വയിപ്പിച്ച അതിമനോഹരമായ ഒരു സ്ത്രീരൂപമായിരുന്നു ആ ദേവി. ദേവന്മാർ ദേവിക്കായി ആഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും നൽകി. അങ്ങനെ ഓരോ ദൈവത്തിലും ശക്തമായ എല്ലാം തന്നെ സംയോജിപ്പിച്ച ആ ഒരു ദേവിയാണ് പുനർജനിച്ചത്. ശിവഭഗവാനിൽ നിന്ന് ത്രിശൂലവും വിഷ്ണുവിൽ നിന്ന് ചക്രവും ഹിമാലയത്തിൽ നിന്നുള്ള സിംഹവും വായുവിൽ നിന്നുള്ള വില്ലും അമ്പും ദേവി ആയുധമാക്കി. എല്ലാ ദേവന്മാരുടെയും സംയോജിത ശക്തിയും കോപവും നിറഞ്ഞ ദേവി കാണാൻ ഉഗ്രയായിരുന്നു. ദേവിയുടെ കാഴ്ച തന്നെ അസുരന്മാരെ ഭയപ്പെടുത്തി. എല്ലാ മഹത്വത്തിലും ആകർഷകമായ സൗന്ദര്യത്താലും അലങ്കരിച്ചിരിക്കുന്ന ദേവി സിംഹത്തിൻ്റെ പുറത്ത് സവാരി. ദേവി ദേവലോകത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് മഹിഷനെ വെല്ലുവിളിച്ചു. ദേവിയുടെ ആദ്യ ദർശനത്തിൽ തന്നെ മഹിഷൻ ദേവിയുമായി പ്രണയത്തിലായി. യുദ്ധത്തിൽ തന്നെ തോൽപ്പിച്ചാൽ ആ വ്യക്തിയുടെ പത്നീപദം അലങ്കരിക്കുമെന്ന് ദേവി പ്രഖ്യാപിച്ചു. മഹിഷാസുരൻ ദേവിക്കെതിരെ ധീരമായ യുദ്ധം നടത്തി. പോത്ത്, സിംഹം, വാൾ എന്നിവ വഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ആന, ഒടുവിൽ വീണ്ടും ഒരു പോത്തിൻ്റെ രൂപങ്ങൾ ധരിച്ചു. അങ്ങനെ ദേവിയെ ഒരു യുദ്ധത്തിൽ തോൽപ്പിക്കാൻ മഹിഷൻ പല വേഷങ്ങൾ ധരിച്ചു പല രീതിയിൽ ശ്രമിച്ചു. ഭയങ്കരമായ ഒരു യുദ്ധമായിരുന്നു അത്. ബാഷ്കല, ദുർമുഖൻ, താമ്ര, ചിക്ഷുര, അസിലോമ, ബിദാല തുടങ്ങിയ മഹിഷന്റെ എല്ലാ മന്ത്രിമാരും വധിക്കപ്പെട്ടു. ഒടുവിൽ മഹിഷൻ തന്നെ ദേവിയോട് യുദ്ധം ചെയ്യാൻ രംഗത്തിറങ്ങി. 10,000 വർഷം നീണ്ടുനിന്ന യുദ്ധം. മഹിഷൻ അസ്ത്രങ്ങൾ വർഷിച്ചു തുടങ്ങി. ദേവി അവയെല്ലാം സ്വന്തം അസ്ത്രങ്ങൾ കൊണ്ട് നേരിട്ടു. അവസാനം ദേവി വിഷ്ണുവിൻ്റെ ചക്രം ഉപയോഗിച്ച് അവനെ ആക്രമിച്ചു. ചക്രം കൊണ്ട് അവൻ്റെ കഴുത്തു മുറിച്ചു. ഭയാനകമായ ശബ്ദത്തോടെ ആ ക്രൂരൻ്റെ ശരീരം താഴെ വീണു. ദേവന്മാർ ആഹ്ലാദത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു ഇടിമുഴക്കം തന്നെ നടത്തി. ദേവി ഭാഗവതം 5-ാം സ്കന്ധത്തിലാണ് ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത്. ഈ രാക്ഷസനിൽ നിന്ന് മുക്തി നേടിയ ദേവന്മാർ എണ്ണമറ്റ സ്തുതികളാൽ ദേവിയോട് പ്രാർത്ഥന അർപ്പിച്ചു. തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം പ്രത്യക്ഷപ്പെടാൻ ഭക്തിയോടെ പ്രാർത്ഥിച്ചു. ദേവന്മാർക്ക് ദേവി വരം നൽകി. ഭക്തിയോടെ വിളിച്ചാൽ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ദേവി അപ്രത്യക്ഷയായി. ഇങ്ങനെയാണ് മഹിഷാസുരവധം നടന്നത്. നവരാത്രി ഉത്സവം മഹിഷാസുരനും ദുർഗയും തമ്മിലുള്ള ഈ യുദ്ധത്തെയാണ് സ്തുതിക്കുന്നത്. വിജയദശമിയിലാണ് ഇത് അവസാനിക്കുന്നത്. മഹിഷാസുരൻ്റെ ആത്യന്തിക പരാജയത്തിൻ്റെ ആഘോഷമാണത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഈ കഥ. ഹിന്ദുമതത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അമ്മേ നാരായണ.